5 വർഷം മുൻപ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതാണ് കണ്ണൂർ നഗരത്തിലെ മൾട്ടി ലെവൽ പാർക്കിംഗിന്റേത്. 6 നിലകളിലായുള്ള ഈ വാഹന പാർക്കിംഗ് സമുച്ചയം ജനങ്ങൾക്ക് തുറന്നുകൊടുത്തിട്ട് ഇന്നേക്ക് ആഴ്ച 1 പിന്നിട്ടു. ആദ്യത്തെ ഒരാഴ്ച പാർക്കിംഗ് സൗജന്യമായിരുന്നെങ്കിലും ഇവിടെ വാഹനം പാർക്ക് ചെയ്യാൻ പലരും മടിക്കുന്നു. ഏറെ കൊട്ടിഘോഷിച്ച് കോർപ്പറേഷൻ കൊണ്ടുവന്ന ഈ മൾട്ടി ലെവൽ പാർക്കിംഗ് സമുച്ചയം ഒരു നോക്കുകുത്തിയാകാതിരിക്കാൻ കോർപ്പറേഷൻ തന്നെ മനസ്സുവെക്കണം. നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായും പൂർത്തീകരിക്കാതെ നടത്തിയ ഉദ്ഘാടനം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കൺകെട്ട് വിദ്യയാണെന്ന് അന്നു തന്നെ ജനം മനസ്സിലാക്കിയിരുന്നു. പാർക്കിങ്ങിന്റെ പ്രവൃത്തി ഇനിയും പൂർണ്ണമായും പൂർത്തിയായിട്ടില്ലെന്നാണ് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാൾ കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പറഞ്ഞത്. നിർമ്മാണം പൂർത്തിയാക്കുന്നതിനു മുൻപേ സമാനമായൊരു ഉദ്ഘാടനം കണ്ണൂരിൽ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇവിടെയുള്ള ആരും മറന്നു കാണില്ല. റൺവേ പോലുമില്ലാത്ത കണ്ണൂർ എയർപോർട്ടിൽ അന്നൊരു ചെറു വിമാനം ഇറക്കിയാണ് പരീക്ഷണ പറക്കൽ നടത്തിയത്. അതും ഇതുപോലെ ഒരു തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ അവശേഷിക്കുകയായിരുന്നു. ആ ഉദ്ഘാടന മാമാങ്കത്തിന്റെ ഓർമ്മകൾ ഉള്ളവരാരും തന്നെ തങ്ങളുടെ വാഹനം ഈ നഗര സമുച്ചയത്തിന്റെ ഉച്ചിയിൽ കയറ്റി മറ്റൊരു പരീക്ഷണത്തിന് മുതിരുകയില്ല. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മൾട്ടി ലെവൽ പാർക്കിങ്ങിൽ ആദ്യത്തെ 2 മണിക്കൂർ നേരം വാഹനം പാർക്ക് ചെയ്യുന്നതിന് 30 രൂപ ഈടാക്കുവാനാണ് നിലവിലെ തീരുമാനമെന്നാണ് വിവരം. തുടർന്ന് വരുന്ന ഓരോ മണിക്കൂർ നേരത്തേക്കും 10 രൂപ അധികമായും നൽകണം. ഈ പാർക്കിങ്ങിന് സമീപത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ വാഹന പാർക്കിങ്ങും സ്ഥിതി ചെയ്യുന്നത്. അവിടെ 12 മണിക്കൂർ നേരത്തേക്ക് 50 രൂപയാണ് പാർക്കിംഗ് ഫീസ്. അതുകൊണ്ട് തന്നെ പണവും സമയവും സൗകര്യവും സംരക്ഷണവും നോക്കി വാഹനം സൂക്ഷിക്കുവാൻ റെയിൽവേയുടെ വാഹന പാർക്കിംഗ് ആണ് കൂടുതൽ പേരും ആശ്രയിക്കുക. ഒരു പതിറ്റാണ്ട് മുൻപ് കണ്ണൂർ നഗരത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് സ്റ്റേഡിയം കോർണർ പരിസരമായിരുന്നു. ഈ മാറ്റം അറിയാതെ അവിടെ മൾട്ടി ലെവൽ പാർക്കിംഗ് കൊണ്ടുവന്ന കോർപ്പറേഷന് പറ്റിയ വീഴ്ചയാണ് ഈ പാർക്കിംഗ് എന്ന് കാലം തെളിയിക്കും. 2 ഇടങ്ങളിലുമായി 12.5 കോടി രൂപ മുടക്കി നഗര സൗന്ദര്യത്തിന്റെ മോടി കൂട്ടാൻ കൊണ്ടുവന്ന ഈ പാർക്കിംഗ് സിസ്റ്റത്തെ കണ്ണൂരുകാർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമോ അതോ അതിനോട് മുഖം തിരിക്കുമോ എന്നെല്ലാം ഏറെ വൈകാതെ നമുക്ക് അറിയാൻ കഴിയും. സൂര്യകിരണം ചാനലിന്റെ മറ്റൊരു വാർത്താ വിഷയവുമായി നാളെ വീണ്ടും വരാം.